ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മളെ മുടിക്കറിൻ്റെ കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ഒന്ന് ഉപയോഗിച്ചിട്ട് ഞാനെൻ്റെ വീടൊന്ന് വൃത്തിയാക്കാൻ പോകാം കേട്ടോ. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഫസ്റ്റിൽ നമ്മളെ സ്റ്റെറി ക്ലീനാണിത്. ഈ സ്റ്റെറി ക്ലീനിലോ നമുക്ക് നമ്മളെ കട്ടിൽ, ജനൽ, വാതിലുകൾ, മരത്തിൻ്റെ ഏത് സെറ്റ് ആയിക്കോട്ടെ ഒക്കെ എല്ലാത്തും നമുക്കിത് സ്പ്രേ ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കേട്ടോ. 1 ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ ഒരേ ഒരു അടപ്പ് മതി നമുക്കിത് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റെറി ക്ലീൻ അപ്പോൾ ഒരു വെള്ളത്തിലാണെങ്കിൽ ബക്കറ്റിലാണെങ്കിൽ നമ്മൾ ബക്കറ്റിൽ മിക്സ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ബോട്ടിലുണ്ടോ, ഇത് നമുക്ക് പ്രാവശ്യം 2000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് അടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് നമ്മളെ കമ്പനി തരുന്ന പ്രൊഡക്റ്റാണ്. സൂപ്പറാണ്. ഇതിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുക. എന്നിട്ട് നമ്മളെ പിന്നെ കട്ടിൽ, മേശ, അതുപോലെ ഇതുണ്ടോ, എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്യുക. ഇതേപോലെ സ്പ്രേ ചെയ്യാൻ സൂപ്പറാണ്. തുടച്ച് സ്പ്രേ ചെയ്ത് നോക്കുക. നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് ഞാൻ നന്നായി വൃത്തിയാവും ചെയ്യും. പോരാത്ത നമ്മളെ ശുദ്രജീവികളൊക്കെ ഇതിൻ്റെ മണം കേട്ട ഓടും. നമ്മൾ സ്റ്റെറി ക്ലീൻ നല്ലൊരു വാസനയാണല്ലോ. നമുക്ക് എന്താ പറയുക, ഒരു പേടിയില്ലാതെ നമുക്കൊരു പണിക്കാരെ സെർവൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ക്ലീനിങ് ഐറ്റംസ് നമ്മൾ ഒപ്പം നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മനസ്സിലായില്ലേ? ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുക. ഇത് പിന്നെ സ്പ്രേ ചെയ്യുക. നല്ലൊരു തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളെ വീടും നമ്മളെ എന്താ പറയുക ഫർണിച്ചർ, ജനൽ, വാതിലൊക്കെ ക്ലീനാട്ടോ. നന്നായിട്ട് തുടച്ചെടുക്കുക. പോരാത്ത നമ്മൾ മാത്രമല്ല, നമ്മൾ ഈ സ്റ്റെറി ക്ലീൻ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കർട്ടൻ, ഇതുപോലത്തെ ഈ കർട്ടൻ്റെ അടിയിൽ കൂടെ പല്ലികൾ, അതുപോലെ കൂറ, ഉറുമ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ ശല്യം കുറേ കാലത്തിന് പിന്നെ ആ ഒരു മണം കൊണ്ട് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ കട്ടിലൊക്കെ ഉണ്ടോ, കട്ടിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നു ഞാൻ. ഇതൊക്കെ സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൃത്തിയാവും. അതുപോലെ എൻ്റെ ഫാൻ ഉണ്ടോ, ഈ ഫാൻ ഇങ്ങനെ വൃത്തിയായത് ഈ ഒരു പ്രൊഡക്റ്റ് ആട്ടോ. നമ്മളെ Mighty-in-One മൾട്ടിപർപ്പസ് ക്ലീനർ ഉണ്ടല്ലോ, അത് സ്പ്രേ ചെയ്തിട്ട് നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് കഴുകൊന്നും വേണ്ട, തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫാൻ വാങ്ങൊന്നും വേണ്ട. നമ്മളെ പഴയ ഫാൻ തന്നെ പുത്തൻ ഫാനായി മാറും. പിന്നെ വേറെ അതുപോലെ ഞാൻ ഈ സ്റ്റെറി ക്ലീൻ ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ. ഈ കണ്ണാടി ഉണ്ടോ, കണ്ണാടി നല്ല വെട്ടിത്തിളങ്ങണം കേട്ടോ. കണ്ണാടി ഞാൻ ഈ സ്റ്റെറി ക്ലീൻ ഉപയോഗിച്ചിട്ടാണ് ഈ കണ്ണാടി പിന്നെ ക്ലീൻ ചെയ്തിട്ടുള്ളത്. കണ്ണാടി ക്ലീൻ ചെയ്യാനൊക്കെ ഗ്ലാസ് ക്ലീനർ സെപ്പറേറ്റ് ഉണ്ട്. ഇതുണ്ടോ, സ്പാർക്കിൾ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. നമ്മൾ ഗ്ലാസ് ഐറ്റംസ്, എല്ലാ ഗ്ലാസ് ഐറ്റംസും, വണ്ടിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിത്, ബാക്കി എല്ലാ ഗ്ലാസ് ഐറ്റംസും ഈ ഒരു സ്പാർക്കിൾ എന്ന് പറഞ്ഞ പിന്നെ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ വണ്ടിയൊക്കെ ഓട്ടുമ്പോൾ പൊടി പിടിക്കുമല്ലോ ആ മുൻവശം, പിന്നെ മുന്നത്തെ ഗ്ലാസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഒഴിച്ചെടുക്കുമല്ലോ നമ്മൾ, അതിന് ഈ ലിക്വിഡാണ് ഞങ്ങൾ ഒഴിച്ചെടുക്കൽ വണ്ടിയിൽ. നല്ല ഗ്ലാസ് നല്ല വെട്ടിത്തിളങ്ങും. ഒരു പാടും വെള്ളത്തിൻ്റെ പാടും ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ക്ലീൻ ആവും. പിന്നെ ഒരു പ്രൊഡക്റ്റാണ് ഈ സ്പിക് പാൻ. ഇത് നമ്മളെ പിന്നെ സ്റ്റീൽ ഐറ്റം, സ്റ്റീലിൻ്റെ ഐറ്റംസ്, അതുപോലെ നമ്മുടെ ടൈൽസിൻ്റെ കറ കളയാൻ സ്റ്റീൽ ഇതുണ്ട്, ബാത്റൂം ഫിറ്റിങ്സില്ലേ, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ സ്റ്റീലിൻ്റെ കേട്ടോ. സ്റ്റീലിൻ്റെ നമ്മളിതിൻ്റെ ഉപയോഗിച്ചിട്ട് ഒരു തുണിമാക്കി തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയൊക്കെ ക്ലീൻ ആക്കാൻ പോകണേ ഉള്ളൂ കേട്ടോ. അതുപോലെ നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മളെ ബിയോണ്ട് ബ്ലൂ. ഇതുണ്ടോ, ഈ ഒരു പ്രൊഡക്റ്റ് ക്ലോസറ്റ് ക്ലീനർ. അത് ജസ്റ്റ് നമ്മൾ ബാത്റൂമിൽ ഇതുപോലെ ക്ലോസറ്റ് ഒന്ന് നനച്ചിടുക. നമ്മളെ ചൈൽഡ് ലോക്കാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിങ്ങനെ ഫുള്ള് ഒന്ന് പിന്നെ ക്ലീനാക്കിയിടുക, അല്ല ചുറ്റിച്ചിടുക.